ഹലോ എവരിവൺ, എക്സാം പോയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ 3rd ചാപ്റ്ററായ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി നോട്ടും മറ്റു കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമ്മൾ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോയും ആ എക്സാം പോയിന്റ് എന്ന് പറഞ്ഞ ഗൈഡും പഠിക്കുകയാണെങ്കിൽ നല്ലൊരു സ്കോർ നിങ്ങൾക്ക് എന്തായിരിക്കും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് കടക്കാം. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററൊക്കെ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടും കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളൊരു ചാപ്റ്ററാണ് ഇതെന്ന് പറയുന്നത് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ? അപ്പോൾ ഡാറ്റ എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. എന്താണ് ഡാറ്റ സ്ട്രക്ചർ? അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡാറ്റാസ്, ഈ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐറ്റംസിന് അല്ലെങ്കിൽ ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ വേ ഓഫ് അല്ലെങ്കിൽ നമ്മൾ ഒരു ലോജിക്കലി അല്ലെങ്കിൽ ഒരു പ്രത്യേകമായുള്ള കണ്ടീഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, സെറ്റാക്കി എന്ത് ചെയ്യുക, ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കുറേ നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ എന്താണ് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ, അല്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ് അല്ലെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക, ഒരു ഷെൽഫിലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സെറ്റ് ചെയ്ത് വെച്ചൊരു സിംഗിൾ യൂണിറ്റ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മറന്നു പോകുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റം വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് വെച്ചാൽ കുറേ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലോജിക്കലി അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പെർട്ടിക്കുലർ വേയിൽ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പെർട്ടിക്കുലർ വേയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം മെയിൻ ഇനി പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ മെയിൻലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ എന്ന് പറയുന്നത് അറേയും സ്ട്രക്ചറാണ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അതേപോലെ തന്നെ എന്താണ്, ലീനിയർ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ ലീനിയർ എന്താണ്, ട്രീ ആണ്. ട്രീ ഉണ്ട്, ഗ്രാഫ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നോൺ ലീനിയർ സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കാനില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, ലീനിയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. അറേയും സ്ട്രക്ചറൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? സ്ട്രക്ചറാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളത്, അറേ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മൊത്തമായിട്ട് പഠിക്കാനുള്ള എന്താണ്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്തത്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ആയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താണ്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള കുറേ ഡാറ്റ ടൈപ്സ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓൾറെഡി ഉണ്ട് അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ടല്ലോ, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് അറേയും സ്ട്രക്ചറും. അറേ എന്താണെന്നും സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറേ എന്ന് പറയുന്നത് എന്താണ്, ഒരേപോലെ കുറേ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, അറേ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് വിത്ത് എ പ്രിമിറ്റീവ് ഡാറ്റ അല്ലെ, നമ്മൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡാറ്റ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ. ഈ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ബൈ കമ്പൈനിങ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. ദ കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഇൻക്ലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കമ്പൈൻ ചെയ്തിട്ട്, കാരണം പ്രിമിറ്റീവും കോമ്പൗണ്ട് ആയിട്ടുള്ള കുറേ ഡാറ്റ സ്ട്രക്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇതിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ്സ് എലമെന്റ് ആർ സ്റ്റോർഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താ, എലമെന്റ്സ് നമ്മൾ കറക്റ്റ് ഒരു ലീനിയർ ആയിട്ട്, ലീനിയാരിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഒരു കറക്റ്റായ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും. അതിന് എന്താണ് ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എക്സാമ്പിൾസ് ആണ് സ്റ്റാക്ക്,
ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഈ ഒരു 3 എണ്ണമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ ആണല്ലോ. അപ്പം ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഏതൊക്കെയെന്ന് വെച്ചാൽ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്താണെന്നും അതിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും. ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ നമ്മൾ നോൺ ലീനിയർ, രണ്ടാമത്തെ എന്താണ്, ഈ കോമ്പോണൻറ്റ് തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അപ്പോൾ അതിനകത്ത് രണ്ടാമത്താണ് എന്ത്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇറ്റ്സ് എലമെന്റ്സ് ആർ സ്റ്റോർഡ് ഇൻ ബേസ്ഡ് ഓൺ ഹൈറാർക്കിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് ദ ഡാറ്റ. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ എന്താ, പ്രത്യേകിച്ച് ഓർഡറോ അങ്ങനെ ഒന്നുമില്ല, എന്തെങ്കിലും ഹൈറാർക്കിക്കൽ ഷേപ്പിലോ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഡാറ്റാസ് എന്താണ് സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ലീനിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഒരു ലീനിയാരിറ്റി അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മൾ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് എന്ത്, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രത്യേകിച്ച് ഒരു ഓർഡറോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒന്നുമില്ല, ഒരു ഹൈറാർക്കിക്കലോ അല്ലെങ്കിൽ എന്താണ് ഒരു ട്രീ മോഡലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഗനൈസ് ഡാറ്റാസിനെ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഗനൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് ഏതൊക്കെ, ട്രീയും ഗ്രാഫും. ഈ ഒരു സംഭവം നമുക്ക് പഠിക്കാനല്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രീയും ഗ്രാഫാണ്. ഇതൊക്കെ നമുക്ക് വലിയ ക്ലാസ് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ രണ്ട് സംഭവങ്ങളും പഠിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ മാത്രമേ പഠിക്കാനുള്ളൂ. സോറി, നോൺ ലീനിയർ അല്ല, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ മാത്രമേ നമുക്ക് ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അതേപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചർ എന്തുണ്ട്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ സ്ട്രക്ചറിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിച്ച നോർമലി ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതുകൂടാതെ മെമ്മറി അലോക്കേഷൻ്റെ ബേസിസിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെമ്മറി അലോക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡാറ്റ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. മറന്നു പോകരുത്, മെമ്മറി അലോക്കേഷൻ്റെ ബേസിസിൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയായിട്ടാണ്, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ഓക്കെ ആണ്. അപ്പോൾ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. മെമ്മറി അലോക്കേഷൻ ഇസ് എ ഫിക്സഡ് ഫോർ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്തായിരിക്കും, മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ മെമ്മറി അലോക്കേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മെമ്മറി അലോക്കേഷൻ അവിടെ ഫിക്സഡ് ആയിരിക്കും. കാരണം അതിനകത്ത് എന്ത് വരുന്നില്ല, ചേഞ്ചസ് വരുന്നില്ല. മെമ്മറി അലോക്കേഷൻ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. എന്തിൽ, സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചറിൽ വരുന്നത്. അതിന് എക്സാമ്പിളാണ് അറേ എന്ന് പറയുന്നത്. ദ സൈസ് കനോട്ട് ബി ചേഞ്ച് ഇൻ ഡ്യൂറിങ് എക്സിക്യൂഷൻ. നമുക്ക് ഓൾറെഡി അറേ ഡിക്ലെയർ ചെയ്ത് അറേൻ്റെ സൈസൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അറേയുടെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, മെമ്മറി അലോക്കേഷൻ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കാരണം നമുക്ക് ഒരിക്കലും എന്താണ്, എക്സിക്യൂഷൻ സമയത്ത് ആ ഒരു മെമ്മറി അലോക്കേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം നമ്മൾ മെമ്മറി ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെമ്മറി അലോക്കേഷൻ അല്ലേ, മെമ്മറി അലോക്കേഷനെ ബേസ് ചെയ്ത് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ രണ്ടായിട്ടുകളാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, മെമ്മറി അലോക്കേഷൻ എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. കാരണം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാം റൺ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അറേയാണ് അതിൻ്റെ എക്സാമ്പിൾ. ദെൻ രണ്ടാമത്തത് ഡൈനാമിക് ആണ്. മെമ്മറി ഈസ് അലോക്കേറ്റഡ് ഡ്യൂറിങ് എക്സിക്യൂഷൻ ഫോർ ഡൈനാമിക്. കാരണം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സൈസ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ദ അഡീഷണൽ ഡിലീഷൻ ഡാറ്റ ഐറ്റം. കാരണം നമുക്ക് ആ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് വരുത്താം. കാരണം നമുക്ക് പുതിയതായി ഡാറ്റാസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈസിൽ നമുക്ക് എന്ത് വരുത്താം, മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡൈനാമിക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്, ചേഞ്ചസ് ആണ്. അപ്പം ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ് എന്ത്, ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം മറന്നു പോകരുത്, നമ്മൾ മെമ്മറി അലോക്കേഷനെ ബേസ് ചെയ്തിട്ട് ഡാറ്റ സ്ട്രക്ചർ നമ്മൾ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, അത് മെമ്മറി അലോക്കേഷൻ ഫിക്സഡ് ആയിരിക്കും. അത് നമുക്ക് ഒരിക്കലും എക്സിക്യൂഷൻ സമയത്തൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഡൈനാമിക് എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സൈസ് നമുക്ക് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണ് എല്ലാവർക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, മെമ്മറി ബേസിലെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡാറ്റ സ്ട്രക്ചറിൽ മെയിനായിട്ട് നടക്കുന്ന ഓപ്പറേഷൻസ് ആണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. ഡാറ്റ സ്ട്രക്ചറിൽ നടക്കുന്ന ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഓൺ
ഡാറ്റ സ്ട്രക്ചർ എന്ന് എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 6 ഓപ്പറേഷൻസ് ആണ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. The operation performed on data structure are traversing, searching, inserting, deleting, sorting and merging. കാരണം എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഡാറ്റ സ്ട്രക്ചറിൽ പെർഫോം ചെയ്യുന്നത്? ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, സോർട്ടിങ് ആൻഡ് മെർജിങ്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഡാറ്റ സ്ട്രക്ചർ നടക്കുന്നത്. അപ്പോൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, നമുക്ക് തന്നിട്ടുള്ള കുറേ ഡാറ്റാസിന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക പെർട്ടിക്കുലർ വേയിൽ നമ്മൾ എന്താ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡാറ്റ ഐറ്റംസ് ആയിരിക്കും. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡാറ്റ ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പെർട്ടിക്കുലർ വേയിൽ നമ്മൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുന്നതാണ് ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ ഈ ഡാറ്റ സ്ട്രക്ചറിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ആണ് എന്തൊക്കെയെന്ന് പറയുന്നത്? ട്രാവേഴ്സിങ്, സെർച്ചിങ്, ഇൻസേർട്ടിങ്, ഡിലീറ്റിങ്, സോർട്ടിങ് ആൻഡ് മെർജിങ്. ഓക്കെ ആണല്ലോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാവേഴ്സിങ്. ട്രാവേഴ്സിങ് എന്ന് പറയുമ്പോൾ എന്താ, ട്രാവേഴ്സിങ് അല്ലെങ്കിൽ ട്രാവൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സ്ഥലത്തും കൂടെ ചുറ്റിക്കറങ്ങി വരുന്നതാണ് അല്ലേ. ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റ് ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് ട്രാവേഴ്സിങ്. എന്ന് വെച്ചാൽ നമുക്കൊരു മെമ്മറി ഇങ്ങനെ ഒരു ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുക, കുറേ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ട് അല്ലേ. ഇത് 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അറിയാൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ, 0, 1, 2, 3, 4 എന്നുള്ള. അപ്പോൾ നമ്മൾ 20, 30, 40 ഇങ്ങനെയൊക്കെ ഒരു കുറേ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, നമ്പേഴ്സ്. അപ്പം ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താ, ഇതിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, വിസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ അതൊരു പോയിട്ട് എന്താണ് വിസിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് എലമെൻറ്റ് ടു ലാസ്റ്റ് എലമെൻറ്റ്. കാരണം ഫസ്റ്റ് നിന്ന് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ എന്ത് ചെയ്യും, പോയി നോക്കും. ഓക്കെ ആണല്ലോ. ട്രാവേഴ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് ഈച്ച് എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. കാരണം ഡാറ്റ സ്ട്രക്ചറിൽ എല്ലാ എലമെൻറ്റിനെയും പോയി വിസിറ്റ് ചെയ്യുന്നതിനെ ആ ഒരു ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് സ്റ്റാർട്ട് മുതൽ എന്താണ് എൻഡ് വരെ എന്ത് ചെയ്യും, പോവും. ഓക്കെ ആണല്ലോ. ദെൻ സെക്കൻഡ് വൺ സെർച്ചിങ് ആണ്. ആ പേര് തന്നെ ഉണ്ടല്ലേ, എന്താണ് സെർച്ചിങ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും എലമെൻറ്റ് നമ്മൾ സെർച്ച് ചെയ്യുക. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എന്താണ്, ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് സെർച്ചിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നമ്മൾ ആ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെർച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ. കാരണം എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു എലമെൻറ്റിന് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ സെർച്ചിങ് എന്ന് വെച്ചാൽ എന്താണ്, ഫൈൻഡിങ് ദ ലൊക്കേഷൻ ഓഫ് എ പെർട്ടിക്കുലർ എലമെൻറ്റ് ഇൻ എ ഡാറ്റ സ്ട്രക്ചർ. എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എലമെൻറ്റിൻ്റെ ഒരു എന്താണ് ആ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിന് നമ്മൾ ലൊക്കേഷൻ എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർച്ചിങ് എന്ന് പറയുന്നത്. കണ്ടുപിടിക്കുക, ആ ലൊക്കേഷൻ എന്ത് ചെയ്യുക, നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ. മൂന്നാമത്തെ എന്താണ്, ഇൻസേർഷൻ ആണ്. ദ പ്രോസസ് ഓഫ് ആഡിങ് ദ ന്യൂ ഡാറ്റ ഇൻ ദ പെർട്ടിക്കുലർ പൊസിഷൻ ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് ഇൻസേർട്ടിങ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡാറ്റ സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ടാവും, അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയതായിട്ടൊരു ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, ഐറ്റംസ് അല്ലെങ്കിൽ ഡാറ്റ ഐറ്റംസ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസേർട്ടിങ്. ആ പേര് തന്നെ ഇൻസേർട്ട് ചെയ്യുക. കാരണം പുതിയതായിട്ടുള്ള സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദ പൊസിഷൻ ഈസ് ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് ആൻഡ് ദ ഇൻസേർഷൻ ഈസ് ദ ഡൺ. കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എങ്ങനെ നമുക്ക് നോക്കാം എവിടെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഇൻസേർട്ട് ചെയ്യാം. ദെൻ നാലാമത്തെ എന്താണ്, ഡിലീഷനാണ്. അതിന് പേര് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഡാറ്റ സ്ട്രക്ചറിൽ ഏതെങ്കിലും ഒരു ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് എളുപ്പമല്ല. കാരണം ഡിലീഷൻ എന്ന് പറയുന്നത് എന്താ, ആ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ ഏതെങ്കിലും എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അപ്പോൾ അതിനെ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡിലീഷൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ സോർട്ടിംഗ് ആണ്. സോർട്ടിംഗ് എന്ന് പറയുന്നത് എന്താ, ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് എലമെൻറ്റ്സ് ഓഫ് എ ഡാറ്റ സ്ട്രക്ചർ ഇൻ എ ഓർഡർ. കാരണം ഏതെങ്കിലും ഓർഡർ ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മെർജിങ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് കമ്പൈനിങ് എലമെൻറ്റ്സ് ഓഫ് ടു ഡാറ്റ സ്ട്രക്ചർ ഈസ് കോൾഡ് മെർജിങ്. രണ്ട് ഡാറ്റ സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യും. ഇപ്പോൾ രണ്ട് ഡാറ്റ സ്ട്രക്ചർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രണ്ട് ഡാറ്റ സ്ട്രക്ചറിലെ എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് ഒറ്റൊന്നാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർജിങ് അല്ലെങ്കിൽ അല്ലേ മെർജിങ് അല്ലെങ്കിൽ മെർജ് എന്ന് പറയും. മെർജ് എന്ന് പറയുമ്പോൾ എന്താ, കൂട്ടിച്ചേർക്കുക. അത് തന്നെയാണ് രണ്ട് ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, മെർജിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ്, ട്രാവേഴ്സിങ് അല്ലേ, അതേപോലെ തന്നെ സെർച്ചിങ്, പിന്നെ അതേപോലെ എന്താണ് ഇൻസേർട്ടിങ് അല്ലേ, ഡിലീഷൻ, സോർട്ടിങ്, മെർജിങ്. ഇതാണ് മെയിനായിട്ട് വരുന്ന എന്താണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസ്. മറന്നു പോകരുത്. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഓൾറെഡി ഡാറ്റ സ്ട്രക്ചറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, സിമ്പിൾ ആൻഡ് കോമൺ. കോമൺ നമ്മൾ എന്ത് ചെയ്തു, ലീനിയർ ആൻഡ് നോൺ ലീനിയർ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിനകത്ത് വരുന്നതാണ് എന്ത്, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി അതിനെക്കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അതൊക്കെ നമുക്ക് എക്സാം ചോദിക്കും. ഇനിയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോന്നും സ്റ്റാക്കും ക്യൂവും ലിങ്ക്ഡ് ലിസ്റ്റ് എന്ത് ചെയ്യാം, വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റാക്ക് ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് സ്റ്റാക്ക്. അതെല്ലാവരും ഓർത്ത് വെക്കുക. സ്റ്റാക്ക് ഈസ് എന്താണ്, ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഇത് എന്ത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, ലിഫോ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ലിഫോ എന്ന് വെച്ചാൽ എന്താ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്ലേറ്റുകൾ, കാരണം നമുക്ക് മെയിനായിട്ട് റിയൽ ലൈഫിൽ പറയാൻ പറ്റുന്ന എന്താ, നമ്മൾ കുറേ പ്ലേറ്റുകൾ ഇങ്ങനെ എന്ത് ചെയ്തു, അടക്കി വെച്ചു. അല്ലെങ്കിൽ ഈ അടക്കി വെക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം എടുക്കുന്ന പ്ലേറ്റ് ഏതാ, ലാസ്റ്റ് വെക്കുന്ന പ്ലേറ്റ് ആയിരിക്കില്ലേ, അല്ലെങ്കിൽ നമ്മൾ അടി വെച്ച പ്ലേറ്റ് എടുക്കില്ലല്ലോ, ഏറ്റവും ഫസ്റ്റ് വെച്ച പ്ലേറ്റ് ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സ്റ്റാക്ക് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ലിഫോ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാക്ക് എന്ന് പറയുന്നത്. ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പോൾ അതിനകത്ത് റിയൽ ലൈഫ് എക്സാമ്പിളാണ്, പ്ലേറ്റ് നമ്മൾ അട്ടിക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്നത് എന്തായിരിക്കും, ഏറ്റവും ഫസ്റ്റ് വെച്ച പ്ലേറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം വെച്ച പ്ലേറ്റ് ആയിരിക്കില്ലേ എടുക്കുന്നത്. ഏറ്റവും ഫസ്റ്റ് വെച്ച പ്ലേറ്റ് നമ്മൾ എടുക്കില്ലല്ലോ, കാരണം ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിൽ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും അവസാനം വെച്ചതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എടുക്കുന്നത്. കാരണം ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് ഓഫ് ഐറ്റം ഇൻ വിച്ച് ഓൾ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ മെയ്ഡ് അറ്റ് എ വൺ എൻഡ് യൂഷ്വലി കോൾഡ് ടോപ്പ്. കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു പ്ലേറ്റിൻ്റെ കേസ് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കി, ഒരു ഫിഗർ 1 2 3 4 നമ്മൾ അട്ടിക്ക് ഇത് ഓരോ പ്ലേറ്റാണെന്ന് വിചാരിക്കാം. ഏറ്റവും അവസാനം 6 ആറാമത്തെ പ്ലേറ്റ് നമ്മൾ വെച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഈ ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കണം, റിമൂവ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും നമ്മളൊരു പുതിയ പ്ലേറ്റ് വെക്കണമെങ്കിൽ എവിടെ തന്നെ ആയിരിക്കും, ഈ ആറാമത്തിൻ്റെ മേലേ വെക്കുള്ളൂ. ഒന്നെങ്കിൽ നമുക്കിത് പ്ലേറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ആറാമത്തെ പ്ലേറ്റ് എടുക്കും, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു പ്ലേറ്റ് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ആറിൻ്റെ മേലല്ലേ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഇതിന് വെക്കുന്നതിന് നമ്മൾ ഓൾറെഡി എന്താണ്, ഒരു സാധനം ആഡ് ചെയ്ത് നമ്മൾ ഇൻസേർഷൻ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇൻസേർഷൻ ഓപ്പറേഷൻ, ഇതിന് നമ്മൾ ഇൻസേർട്ടിന് വിളിക്കുന്ന പേരെന്താണ്, പുഷ് എന്നാണ്. എന്താ വിളിക്കുന്നത്, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡാറ്റാസ് അല്ലെങ്കിൽ എന്താണ് ഒരു സംഭവം വെക്കുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, സ്റ്റാക്കിൽ പുഷ് എന്നാണ്. ദെൻ ഒരു സംഭവത്തിൽ നമ്മൾ റിമൂവ് ചെയ്യുക, ദാറ്റ് മീൻസ് ഡിലീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കുന്നത്, പോപ്പ് എന്നാണ്. മറന്നു പോകരുത്, നമ്മൾ സ്റ്റാക്കിലോട്ടേക്ക് ഒരു ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്, പുഷ് എന്നും. ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, റിമൂവ് ചെയ്യുന്നതിന് ഡിലീറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരെന്താണ്, പോപ്പുമാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്റ്റാക്കിൽ എന്താണ് ഇൻസേർഷനും ഡിലീഷനും നടക്കുന്ന സ്ഥലത്തിനെ വിളിക്കുന്ന പേരെന്താണ്, ടോപ്പ് എന്താണ്, ടോപ്പ് ഓഫ് സ്റ്റാക്ക്. കാരണം സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിലാണ് എന്ത് നടക്കുന്നത്, ഇൻസേർഷനും ഡിലീഷനും നടക്കുന്നത്. കാരണം നിങ്ങൾ ഈ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് എന്താ ഏറ്റവും മേലെയാണ് 6. ഈ 6നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിലീറ്റ് ചെയ്യാനും അതിൻ്റെ മേലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, പുതിയൊരു ഡാറ്റ ഐറ്റത്തിനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാക്കിൻ്റെ അകത്ത് ഇൻസേർഷനും അല്ലെങ്കിൽ നമ്മളെന്താ പുഷും പോപ്പും, ഇൻസേർഷൻ എന്ന് വെച്ചാൽ എന്താ പുഷാണ്, ഡിലീഷൻ എന്ന് വെച്ചാൽ എന്താ പോപ്പാ. ഈ രണ്ട് ഓപ്പറേഷൻ നടക്കുന്ന എവിടെയാണ്, ടോപ്പിലാണ്, ടോപ്പ് ഓഫ് സ്റ്റാക്കിലാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാക്ക് പറഞ്ഞു. സ്റ്റാക്കിൽ പ്രധാനമായിട്ട് രണ്ട് ഓപ്പറേഷൻസാണ് നടക്കുന്നത്, പുഷും പോപ്പും. പുഷ് എന്ന് പറയുന്നത് എന്താ, ഇൻസേർട്ടിനാണ് അല്ലേ, ഇൻസേർട്ട് ചെയ്യുന്നതാണ് പുഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു സ്റ്റാക്ക് അറ്റ് എ ടോപ്പ് പൊസിഷൻ. സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, പുഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, പുഷ് എന്ന് പറയുന്നത്, പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു സ്റ്റാക്ക് ഉണ്ട്, സ്റ്റാക്കിൻ്റെ ഏറ്റവും മേലെയാണ് നമുക്ക് എന്ത് വെക്കുന്നതെങ്കിൽ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, പുഷ് എന്ന് പറഞ്ഞത്. എവിടെയായിരിക്കും, ടോപ്പ് ഓഫ് സ്റ്റാക്കിലായിരിക്കും ഇൻസേർട്ട് ചെയ്യാതെ മറന്നു പോകരുത്. വൺസ് ദ സ്റ്റാക്ക് ഈസ് ഫുൾ ആൻഡ് വിത്ത് അറ്റംപ്റ്റ് ടു ദ ഇൻസേർട്ട് ആൻ ഐറ്റം ആൻഡ് ഇമ്പോസിബിൾ ടു സിറ്റുവേഷൻ അറൈസ് നോൺ ആസ് എ സ്റ്റാക്ക് ഓവർഫ്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്താണ്, നമുക്ക് ഇത്രയും സൈസും ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഓൾറെഡി എല്ലാ ഏറ്റവും ടോപ്പിൽ വരെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാ സാധനവും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതിയ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. കാരണം ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ചെയ്ത് പുറത്തേക്ക് വരും. അങ്ങനെ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് നമുക്കിനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, കാരണം ഇനി ഇൻസേർട്ട് ചെയ്താൽ പുറത്തേക്ക് വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണെന്ത്, സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുഷ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സ്റ്റാക്കിൻ്റെ അകത്തേക്ക് ഡാറ്റാസ് എന്ത് ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുഷ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്, പുഷ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആ ഡാറ്റാസ് പുറത്തേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡാറ്റ അതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുഷ് ഓപ്പറേഷൻ പറഞ്ഞു. പുഷ് ഓപ്പറേഷന് ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൊരു എം ടി ആയിട്ടുള്ള സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എം ടിനകത്ത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇനിയിപ്പോൾ 1 ആയിരിക്കും ടോപ്പ് ഓഫ് സ്റ്റാക്ക്, അതിനെ മേലെ നമ്മൾ 2 ചെയ്തു, ദെൻ 3 ചെയ്തു. ഇതാണ് പുഷ് അല്ലേ. അപ്പോൾ പോപ്പ് എന്താണെന്ന് നമുക്ക് അടുത്തേക്ക് നോക്കാം. ഇതാണ് പുഷ് ഓപ്പറേഷൻ. നമ്മൾ ഓരോന്നൊരു എം ടി സ്റ്റാക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പുഷ് എന്ന് പറയുന്നത്. അതിന് വേറൊരു എക്സാമ്പിളാണ്. ഓൾറെഡി നമ്മൾ എന്താണ് 99, 37 ഉണ്ട്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ടോപ്പ് ഓഫ് സ്റ്റാക്ക് അല്ലെങ്കിൽ ടോപ്പ്. ഇതിൻ്റെ മേലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു ഡാറ്റനെ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇതാണ് പുഷ് ഓപ്പറേഷൻ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ അൽഗോരിതമാണ്. അൽഗോരിതം ഫോർ പുഷ് ഓപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ അൽഗോരിതം പറയുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ എന്തായിരിക്കും, നമ്മുടെ ആ സ്റ്റാക്ക് നമ്മൾ നേരത്തെ ഫിഗർ കാണിച്ച പോലെ സ്റ്റാക്ക് എന്തായിരിക്കും, എം ടി ആയിരിക്കും. ഈ എം ടി സ്റ്റാക്കാണോ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഡാറ്റാസും എന്താണ് അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പം അസ്യൂം ദാറ്റ് സ്റ്റാക്ക് ഓഫ് എൻ ഈസ് ആൻ അറേ ഓഫ് ദ സ്റ്റാക്ക് വിത്ത് സൈസ് എൻ. ഇതൊരു അറേയാണ്. സൈസ് എന്ന് പറയുന്നത് എന്താണ്, എൻ ആണ്. ആൻഡ് ടി ഒ എസ് എന്ന് വെച്ചാണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക്, ഡിനോട്ട് അറ്റ് ദ ടോപ്പ് പൊസിഷൻ ഓഫ് ദ സ്റ്റാക്ക്. ലെറ്റ് വാൽ ദ കണ്ടെയ്ൻ ദ ഡാറ്റ ആഡ് ഇൻ ടു ദ സ്റ്റാക്ക്. വാൽ എന്ന് വെച്ചാൽ എന്താണ്, ഓരോരോ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ അൽഗോരിതം നോക്കാം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അൽഗോരിതം പഠിക്കണം എക്സാമിന്. കാരണം നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്താണെന്നുള്ളത് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കുക. അപ്പോൾ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്തു, സ്റ്റാർട്ട് എഴുതു. ദെൻ ഇഫ് TOS ലെസ് ദാൻ n-1. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്, ഈ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാക്കിൽ അതിനകത്ത് സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ അതെന്താണ് ഓവർഫ്ലോ ആണോ നമ്മൾ എന്താ ചെക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഡാറ്റാസ് ഇനി ആഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ എന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്താണ് ലെസ് ദാൻ n-1 എന്നാണോ, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, സ്പേസ് അവൈലബിലിറ്റി ചെക്കിങ് അല്ലെങ്കിൽ ഓവർഫ്ലോ, നമുക്ക് എന്തെങ്കിലും സ്പേസ് ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചെക്ക് ചെയ്യും. അങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ TOS ഈക്വൽ ടു എന്താണ്, ഫസ്റ്റ് പോസ്റ്റിലോട്ടേക്ക് വന്ന് നിൽക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. ദെൻ എന്ത് ചെയ്യും, ആ വാല്യൂ നമ്മൾ എവിടെയാണ് ആ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് അല്ലേ, TOSലാണ്. അപ്പം എന്ത് ചെയ്യും, ഈ വാല്യൂ ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ദെൻ എൽസ് അല്ലെങ്കിൽ എന്ത് കാണിക്കണം, പ്രിൻറ്റ് ഓവർഫ്ലോ എന്ന് കാണിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ കണ്ടീഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ആ കണ്ടീഷനിൽ എന്തെങ്കിലും നമ്മൾ ആ സ്പേസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, TOS എന്ത് ചെയ്യും, എന്ന് വെച്ചാൽ TOS + 1 ആവും. ദെൻ ആ TOSൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യും, ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ഓവർഫ്ലോ എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഈ ഒരു 3 സെൻറ്റൻസ് നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. ആദ്യം TOS ലെസ് ദാൻ n-1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ എന്താ TOS ഈക്വൽ ടു TOS + 1. ദെൻ എന്താണ് സ്റ്റാക്ക് ഓഫ് TOS ഈക്വൽ എന്താ വാല്യൂ അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ എൽസ്, അങ്ങനെ അല്ലെങ്കിൽ, കാരണം ഇങ്ങനെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഓവർഫ്ലോ നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കണം. ദെൻ അതിന് ശേഷം എന്ത് ചെയ്തു, നമ്മൾ ഇഫ് ക്ലോസ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു പുഷ് ഓപ്പറേഷൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ പുഷ് ഓപ്പറേഷൻ പറഞ്ഞു, അതിൻ്റെ എന്താണ് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ, ഇൻസേർഷൻ എലമെൻറ്റ് ഓഫ് എ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് എലമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു എം ടി ആയ സ്റ്റാക്ക് ഇവിടെ കൊടുത്തു, ടോപ്പിലാണ്. ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, 5 പുഷ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു, ദെൻ എന്തായി, 5 ആയി ടോപ്പ്. ദെൻ അതിൻ്റെ അകത്തേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 4 പുഷ് ചെയ്തു. അപ്പോൾ എന്തായി, പിന്നീട് എന്താണ്, 4 ആണ് ടോപ്പ് ഓഫ് സ്റ്റാക്ക്. ആ 4ന് പുഷ് എന്ത് ചെയ്തു, അതിൻ്റെ മേലോട്ട് 3 വന്നു. അപ്പോൾ 3 ആയി പിന്നീട് എന്ത്, ടോപ്പ് ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പുഷ് ഓപ്പറേഷൻസ് നടത്തുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോപ്പ് ഓപ്പറേഷനാണ്. പുഷ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ സ്റ്റാക്കിൻ്റെ അകത്തേക്ക് ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്യുന്നതാണ് എന്ത്, പുഷ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ റിമൂവ് ചെയ്യുക. പോപ്പ് ഓപ്പറേഷൻ ഇൻ എ സ്റ്റാക്ക് ഈസ് യൂസ്ഡ് ഫോർ ഡിലീറ്റിംഗ് എക്സിസ്റ്റിംഗ് എലമെൻറ്റ് ഫ്രം ദ സ്റ്റാക്ക്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറേ എലമെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ആ ഉള്ള എലമെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. വൺസ് സ്റ്റാക്ക് ഈസ് empty ആൻഡ് ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് ആൻ ഐറ്റം ആൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് എ സ്റ്റാക്ക് അണ്ടർഫ്ലോ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ്, പുതിയതായിട്ട് നമുക്ക് ഓൾറെഡി എന്താണ് ഇൻസേർട്ട് അല്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇൻസേർട്ട് അല്ല ഡിലീറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഡിലീറ്റ് അതിനകത്ത് എംറ്റി ആണ്, ഒന്നുമില്ല. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായി, നമ്മൾ ഓൾറെഡി സ്റ്റാക്കിനകത്ത് ഡിലീറ്റ് ചെയ്ത് ഇനി നമുക്ക് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും, സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് വിളിക്കും. എക്സാമിന് ചോദിക്കും. സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്ത്, സ്റ്റാക്ക് എന്താണ് ഓവർഫ്ലോ. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്, ഇനി നമുക്ക് അതിനകത്ത് ഒന്നുമില്ല. അതാണ് സ്റ്റാക്ക് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം പോപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ആ സ്റ്റാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്,
ഡാറ്റാസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത് പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ അൽഗോരിതം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഇതിനും എന്തുണ്ട്, അൽഗോരിതംസ് ഉണ്ട്. അസ്യൂം ദ സ്റ്റാക്ക് ഓഫ് എൻ, നമ്മൾ എന്ത് ചെയ്തു, അറേ സൈസ് എന്താ ഒരു അറേ നമ്മൾ പറഞ്ഞു, അതാണ് സ്റ്റാക്ക് സൈസ് എൻ ആണ്. TOS എന്ന് വെച്ചാൽ എന്താണ്, ടോപ്പ് ഓഫ് ദ പൊസിഷൻ ആണ്. വാൽ ബി വേരിയബിൾ ആണ്, പോപ്പ് ചെയ്യാനുള്ള നമ്മൾ എന്താണ് വേരിയബിൾ ആണ് വാൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അൽഗോരിതത്തിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോപ്പ് ഓപ്പറേഷൻ അൽഗോരിതം പറയുന്നത്, ആദ്യം നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, TOS ഗ്രേറ്റർ ദാൻ -1 ചെക്ക് ചെയ്യണം. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്, സ്റ്റാക്ക് എം ടി ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാക്ക് എം ടി ആണോ എന്നാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. എം ടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വാല്യൂ എവിടേക്ക്, സ്റ്റാക്ക് ഓഫ് ടോപ്പ് എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് പൊസിഷനിൽ കിടക്കുന്ന വാല്യൂ അല്ലേ, അതിനെടുക്കും. ആ വാല്യൂ നമ്മൾ എന്ത് TOS -1 എന്ന് പറയുമ്പോൾ എന്താ, താഴോട്ടേക്ക് അല്ലേ. നമുക്കിപ്പം ഈ പൊസിഷനിലുള്ള വാല്യൂ ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത പൊസിഷൻ എങ്ങോട്ടേക്ക് വരും, ഇതല്ലേ TOS ആയിട്ട് മാറുന്നത് അല്ലേ, അങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇവിടെ സ്റ്റാക്ക് എം ടി അല്ലെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുകയുള്ളൂ. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ എന്ത് സംഭവിക്കും, സ്റ്റാക്ക് അണ്ടർഫ്ലോ നമ്മൾ എന്ത് ചെയ്യും, പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കും. ദെൻ ഇഫ് ക്ലോസ് ചെയ്യും, ദെൻ സ്റ്റോപ്പ്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ഗ്രേറ്റർ ദാൻ -1 അല്ലെങ്കിൽ നമ്മൾ സ്റ്റാക്ക് അണ്ടർഫ്ലോ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു സംഭവം ഇഫ് വെച്ചിട്ട് ഇഫ് TOS എന്താണ് ഗ്രേറ്റർ ദാൻ -1 നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്തു, ആ വാല്യൂ എന്താണ്, അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ എം ടി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സംഭവം ഈ ഒരു കണ്ടീഷൻ പോവും. അതിനുശേഷം എന്ത് ചെയ്യും, ടോപ്പ് ഓഫ് പൊസിഷനിൽ ഒന്ന് ബാക്കോട്ടേക്ക് പോകും, കുറയും, താഴോട്ടല്ലേ പോകുന്നത്, അങ്ങനെ വരും. ദെൻ അതും അല്ലെങ്കിൽ കാരണം ഈ ഒരു കണ്ടീഷൻ എം ടി ആണെങ്കിൽ എന്ത് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും, അണ്ടർഫ്ലോ എന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് കാണിക്കും. ഓക്കെ ആണ്. ദെൻ എന്ത് ചെയ്തു, ഇഫ് നമ്മൾ ക്ലോസ് ചെയ്യും, ദെൻ സ്റ്റോപ്പ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു പിക്ചോറിയലാണ്. നമ്മൾ എന്ത് ചെയ്തു, ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന 5 ആണ്. 5നെ നമ്മൾ എന്ത് ചെയ്തു, പോപ്പ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, 4 ആണ്. ദെൻ 4നെ പോപ്പ് ചെയ്തു, ദെൻ 3നെ പോപ്പ് ചെയ്തു, ദെൻ എന്താണ് 2നെ പോപ്പ് ചെയ്തു, 1നെ പോപ്പ് ചെയ്തതിന് ഇവിടെ എന്താണ് എം ടി ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, പോപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ നിങ്ങൾ എക്സാം ഒക്കെ എഴുതുമ്പോൾ ജസ്റ്റ് പിക്ചറും കൂടെ വരച്ച് എന്ത് ചെയ്താൽ മതി, ആ ആരോ സിമ്പിൾസും കറക്റ്റ് വരച്ചതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് കിട്ടും. ഇതൊന്ന് കറക്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പോപ്പ് എന്ന് പറയുന്നത് എന്താ, സ്റ്റാക്കിൽ നിന്ന് ഓരോന്നിനെ 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുന്നതിനെയാണ് പോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാക്കിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റാക്കിൻ്റെ 2 ഓപ്പറേഷൻ പറഞ്ഞു, പുഷ് പറഞ്ഞു, പോപ്പ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്കാണ്. സ്റ്റാക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് 2 രീതിയിൽ സ്റ്റാക്കിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞതാണ് യൂസിങ് ആൻ അറേ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി അൽഗോരിതം പറയുമ്പം നമ്മളൊരു അറേ സൈസ് കാണിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അൽഗോരിതം പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം ഇൻ ഇംപ്ലിമെൻറ്റിങ് ഇൻ എ സ്റ്റാക്ക് യൂസിങ് അറേ ദ നമ്പർ ഓഫ് എലമെൻറ്റ് ഈസ് ഇൻ ലിമിറ്റഡ് ടു ദ സൈസ് ഓഫ് അറേ. വെൻ എൻ എലമെൻറ്റ് ഈസ് ആഡഡ് ടു ദ സ്റ്റാക്ക് ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ അറയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അറേ എന്ന് പറയുന്നത് ഫിക്സഡ് സൈസാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു സൈസ് ലിമിറ്റഡ് സൈസ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ സൈസ് കൊടുക്കും, ദെൻ 1 by 1 ആയിട്ട് എന്ത് ചെയ്യും, ഓരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും അറയിൽ. ഇപ്പോൾ നമുക്ക് അറിയാലോ, അറേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറേ ഡാറ്റാസ് ഉണ്ട്, ഒരു മെമ്മറി ലൊക്കേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇത്ര സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ലിമിറ്റഡ് സൈസ്. അപ്പോൾ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇത്ര സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ അടുത്ത് എന്ത് ചെയ്യും, അടുത്ത പോസ്റ്റിലോട്ടേക്ക് എന്ത് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇൻ അറേ ഇംപ്ലിമെൻറ്റേഷൻ എ സ്റ്റാക്ക് ക്യാൻ ടുവേർഡ്സ് എന്താണ് എൻഡ് ഇൻഡെക്സ് ഓഫ് ദ അറേ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇൻഡെക്സ് നമ്മൾ കൊടുക്കില്ല. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ, അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ, A of 10 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 10 ആണ്, 0 to 9 വരെയാണ്. അപ്പം ഏറ്റവും അവസാനമുള്ള ഇൻഡെക്സ് വരെ 9 വരെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഡാറ്റാസ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ നമുക്ക് അതിൻ്റെ അകത്തുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് വെക്കേണ്ട കാര്യം, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്റ്റാക്ക് എന്ന് പറയുമ്പം അറേ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു അറേയിൽ നമ്മൾ എന്ത് നമ്പർ ഓഫ് ലിമിറ്റഡ് സൈസാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. അതെന്ത് ചെയ്യും, ഓരോ സ്റ്റാക്ക് നമുക്കറിയാം ടോപ്പ് ഓഫ് സ്റ്റാക്കിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഓരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതേപോലെ ഇൻഡെക്സ് എൻഡ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സ് നമ്മൾ നമ്പർ കൊടുക്കുമല്ലോ. ഇപ്പം A of 10 എന്ന് പറയുമ്പോൾ 0 to 9 അതുവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡാറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ. ദെൻ അറേ ഇംപ്ലിമെൻറ്റേഷനിൽ കുറേ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ മെമ്മറി സ്പേസ് വേസ്റ്റഡ് ആവും. കാരണം നമ്മൾ ഒരു സൈസ് ഫിക്സ് ചെയ്തു, ആ സൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു, പക്ഷെ നമുക്ക് കുറച്ച് ഡാറ്റാസ് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി സ്പേസ് എന്തായി പോവും, വേസ്റ്റ് ആയിപ്പോവും. ദെൻ സൈസ് ഓഫ് സ്റ്റാക്ക് ഈസ് ഫിക്സഡ് ആയിരിക്കും. നമുക്ക് ഓൾറെഡി ഒരു ചേഞ്ചസും പെട്ടെന്ന് വരുത്താൻ വേണ്ടി പറ്റും. പെട്ടെന്ന് നമുക്ക് കുറേ ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇൻസർഷൻ ആൻഡ് ഡിലീഷൻ ഓപ്പറേഷൻ ഇൻവോൾവ് മോർ ഡാറ്റ മൂവ്മെൻറ്റ്. കുറേ ഡാറ്റ നമ്മളിപ്പോൾ നേരത്തെ ഫിഗറിൽ കണ്ടില്ലേ, കുറേ തവണ നമ്മൾ ഡാറ്റാസ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യും. നമുക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഈ പൊസിഷനിൽ കിടക്കുന്ന ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാനോ പറ്റില്ല. നമുക്ക് മേലെ മേലെ മാത്രമേ എന്ത് ചെയ്യാനും പറ്റുള്ളൂ, ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇടയിലുള്ള വാല്യൂസും മറ്റു കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇതാണ് അറേ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മെമ്മറി സ്പേസ് വേസ്റ്റ് ആവും. അതേപോലെ തന്നെ സൈസ് ഓഫ് സ്റ്റാക്ക് എന്താണ്, ഫിക്സഡ് ആണ്. ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷനിൽ കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്. ദെൻ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. ലിങ്ക്ഡ് ലിസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എ സ്റ്റാക്ക് ഇൻ ദ ഫസ്റ്റ് എലമെന്റ് ഇൻസേർട്ട് ഇൻ ദ പോയിന്റ് ടു ദ സെക്കൻഡ് എലമെന്റ് പോയിന്റ് ടു ദ തേർഡ് എലമെന്റ് ആൻഡ് സോ ഓൺ ഹിയർ ദ സ്റ്റാക്ക് ഈസ് നോട്ട് ഫിക്സഡ്. കാരണം ഓരോ എലമെന്റ് ഇപ്പോൾ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 2 പാർട്ടാണ് ഉണ്ടാവുന്നത്. ഒന്നിൻ്റെ അകത്ത് അഡ്രസ് പാർട്ടും ഒന്നിൻ്റെ അകത്ത് ഒരു പോയിന്റും. നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നമ്മളെ കണ്ടന്റ് കിടക്കും, ഇവിടെ ആയിരിക്കും അഡ്രസ്സ്. ആ അഡ്രസ്സ് എന്ന് പറയുന്ന അടുത്തതിൻ്റെ എന്തായിരിക്കും, ഡാറ്റയുടെ അഡ്രസ്സ് ആയിരിക്കും. അങ്ങനെ ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് ഇപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ എന്ത് ചെയ്യുക, നമുക്കിപ്പം ഇപ്പോൾ 2 ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഒരു കണക്ഷൻ ഇങ്ങനെ കണക്ട് ചെയ്ത് എന്താണ് ഒന്നിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത്, കാരണം ഇതിനകത്ത് ഫിക്സഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യാം, പോകാൻ വേണ്ടി പറ്റും. പക്ഷേ അറേയിലാകുന്ന സമയത്ത് എന്താണ്, ആ സൈസ് അല്ലെങ്കിൽ മെമ്മറിയുടെ സൈസ് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയല്ല, ഇത് കണക്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈസ് എന്തല്ല, ഫിക്സഡ് അല്ല. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അറേയും അതേപോലെ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റും വെച്ചിട്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാക്ക് പറഞ്ഞു, സ്റ്റാക്കിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, പുഷും പോപ്പൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ് പറയാൻ വേണ്ടി പോകുന്നത്, ക്യൂ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. ക്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ, നോർമലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്യൂ നിൽക്കാറുണ്ട്. അപ്പോൾ ക്യൂ നിൽക്കുന്ന സമയത്ത് എന്താണ്, എങ്ങനെയാണ്, നമ്മൾ ആദ്യം വരുന്ന ആൾക്കാർ ആദ്യം പോവും, ഏറ്റവും അവസാനത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ഓരോരുത്തങ്ങൾ വന്ന് ഇങ്ങനെ കൂടി നിൽക്കുന്നത് ആണല്ലോ. അപ്പോൾ നോക്കാം, ക്യൂ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോസ് ഫിഫോ പ്രിൻസിപ്പിൾ. ക്യൂ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. ഫിഫോ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ക്യൂ എന്ന് പറയുന്ന ഡാറ്റ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിഫോ എന്ന് വെച്ചാൽ എന്താ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്ന ആൾ എന്ത് ചെയ്യും, ആദ്യം ഡിലീറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ആദ്യം അവർ പോകും. അല്ലെ ക്യൂ നിൽക്കുമ്പോൾ അങ്ങനെയല്ലേ, ആദ്യം വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ആദ്യം പോകും. ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്, ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യൂവിൽ 2 എൻഡ് പോയിന്റ്സ് ഉണ്ട്, ഫ്രണ്ട് ആൻഡ് റിയർ. ഇതിനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇൻസേർഷൻ ഓഫ് ഡാറ്റ ഐറ്റം വിൽ ബി അറ്റ് ദ റിയർ എൻഡ് ആൻഡ് ദ ഡിലീഷൻ വിൽ ബി അറ്റ് ദ ഫ്രണ്ട്. എന്ന് വെച്ചാൽ റിയർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഡാറ്റ ഐറ്റം, റിയർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊരു ക്യൂവിൽ എവിടെയാണ് ഒരു ആൾ വന്ന് നിൽക്കുന്നത്, ഏറ്റവും മുന്നിൽ പോയി നിൽക്കുക. നമ്മൾ കുറേ പേര് നിൽക്കുന്നുണ്ട്, അതിന് മുന്നിൽ പോയി നിൽക്കില്ലല്ലോ, ഏറ്റവും ബാക്കിലല്ലേ പോയി നിൽക്കുക അല്ലേ. അപ്പം ആ ബാക്കിൽ പറയുന്ന പേരാണെന്ത്, റിയർ എൻഡ് എന്നും. നമ്മൾ എവിടെയാണ് ഡിലീഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആൾ പോവുക, മുന്നിൽ നിന്നല്ലേ പോകുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളായിരിക്കും ആദ്യം ആ പരിപാടി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്, ആ ഒരു ക്യൂന്ന് പോകുന്നത്. അപ്പോൾ ആ മുന്നിലാണ് എന്ത് നടക്കുന്നത്, ഡിലീഷൻ നടക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസേർഷൻ നടക്കുന്നത് എവിടെയാണ്, റിയർ എൻഡിലാണ്. ഡിലീഷൻ നടക്കുന്നത് എവിടെയാണ്, ഫ്രണ്ട് എൻഡിലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇൻസേർഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ ഐറ്റം ഇൻ ടു എ ക്യൂ അറ്റ് ദ റിയർ എൻഡ് when the value of rear equal the last position and if we attempt to the insertion queue overflow occurs. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഓൾറെഡി നമുക്ക് ഇൻസേർട്ടിൽ ഇത്രേ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു സൈസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ റിയർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് നമ്മൾ പറയില്ലേ, ഓവർഫ്ലോ പറയില്ലേ, നേരത്തെ പറയാം. അത് തന്നെയാണ് ഇവിടെയും സംഭവം. നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻ, അതാണ് എന്ത്, ഓവർഫ്ലോ ഒക്കേഴ്സ് ചെയ്യും. അതൊരു ഡിലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ഡാറ്റ ആയിട്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഫ്രണ്ട് നമ്മൾ എന്ത്, ഇതാണ് ഫ്രണ്ട്, ഇതാണ് റിയർ അല്ലെ. നമ്മൾ ഇവിടേക്ക് എന്ത് ചെയ്യും, ഓരോ ആൾക്കാരെ ഈ ഭാഗത്താണ് നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയിട്ട് അവസാനം എന്ത് ചെയ്യും, എം ടി ആകുന്ന സമയത്ത് ഇനി ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് എന്ത്, അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ്. ഓവർഫ്ലോ അണ്ടർഫ്ലോ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്ത്, ഓവർഫ്ലോ. ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം മറക്കരുതെന്ന് വെച്ചാൽ ഫ്രണ്ടിലാണ് ഡിലീഷൻ നടക്കുന്നത്, ഇൻസേർഷൻ നടക്കുന്നത് എവിടെയാണ്, റിയറിലാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. ഇനി അത് ഫ്രണ്ട് എന്ന് പറയുന്നത്, ഫ്രണ്ടിലാണ് എന്ത് നടക്കുന്നത്, ഡിലീഷൻ നടക്കുന്നത്, റിയറിലാണ് എന്ത് നടക്കുന്നത്, ഇൻസേർഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവരും.